നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. ഹരിനാമകീർത്തനം ശ്ലോകം 17 പാരായണം ചെയ്യാം. ഈ വന്ന മോഹമകലെ പോവതിന്നു പുനരീവണ്ണമുള്ളൊരുപദേശങ്ങൾ ഇല്ലുലകിൽ ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദ രാമയിതി നാമങ്ങളെന്നി ഹരി നാരായണായ നമഃ. നാരായണായ നമ 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 നാരായണായ നമ. കൃഷ്ണ ഹരി ഗോവിന്ദ രാമ ഈ വണ്ണമുള്ള നാമങ്ങളല്ലാതെ മോക്ഷത്തിന് വേറെ നല്ല മാർഗങ്ങൾ ഒന്നും ഇല്ല. നാമജപത്തിലൂടെയും രൂപാരാധനയിലൂടെയും ക്ലേശം കൂടാതെ ഒരു ഭക്തന് പിടിച്ച് മുക്തിയിലേക്ക് കയറാവുന്നതാണ്. നാമജപത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, അത് വേറെ കാര്യം. ജീവന് ഈ വന്ന മോഹം അകലപ്പോവതിന് ഉലകിൽ വേറെ ഉപദേശങ്ങൾ ഒന്നുമില്ല എന്ന് പറയുന്നത് കൊണ്ട് നാമജപം മാത്രം മതി മോക്ഷത്തിന് എന്നൊരിക്കലും ധരിക്കരുത്. നാമജപത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ആർക്കും എപ്പോഴും എവിടെ വെച്ചും ആകാമെന്നുള്ളത് കൂടാതെ ഒരുവിധ സജ്ജീകരണവും അതിന് ആവശ്യമില്ല. നമുക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നാമം ജപിക്കാം. ഈ ദ്വൈതബോധമകലാൻ ഈ കലിയുഗത്തിൽ ഭക്തിമാർഗമാണ് കൂടുതൽ ലളിതമായിട്ടുള്ളത്. ഭക്തിമാർഗത്തിൽ തന്നെ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് നാമോച്ചാരണവുമാണ്. ശബ്ദത്തിൻ്റെ സ്പന്ദന ശക്തിയെപ്പറ്റി ശാസ്ത്രം പ്രസ്താവിക്കുന്നുണ്ട്. നാം ഉച്ചരിക്കുന്ന ശബ്ദം നല്ലതാണെങ്കിൽ അതുണ്ടാക്കുന്ന സ്പന്ദനം മാത്രം നമ്മിലും മറ്റുള്ളവരിലും ഉദാത്തമായ സ്പന്ദനങ്ങൾ ജനിപ്പിച്ച് നമ്മുടെ അന്തരംഗത്തെ കൂടുതൽ പവിത്രവും ഉദാരവുമാക്കി തീർക്കും. അതിനാൽ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദം തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കണം, വളരെ നല്ലതായിരിക്കണം. അതുപോലെ കേൾക്കപ്പെടുന്ന ശബ്ദവും നല്ലതായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥമായ വികാരവിചാരങ്ങളത് സൃഷ്ടിക്കും. അതുകൊണ്ടാണ് നാമങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. രാമൻ എന്ന ശബ്ദം കേൾക്കുകയോ പറയുകയോ ചെയ്യുമ്പോഴുള്ള സുഖം രാവണൻ എന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കുണ്ടാകാറില്ല. ആ പേരുകളുടെ ജീവിത സാഹചര്യവുമായി നമുക്കുള്ള ബന്ധമാണ് അതിന് കാരണമെന്ന് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും ഒരർത്ഥവുമായി ബന്ധമില്ലാത്ത ലലല എന്നും ധധ എന്നും 2 പേരുകൾ നിർമ്മിച്ചു പറഞ്ഞും കേട്ടും പരിചയിച്ചു നോക്കൂ. നമുക്കുണ്ടാകുന്ന അത്യന്ത വിരുദ്ധങ്ങളായ മാനസികാവസ്ഥകൾ അപ്പോൾ വ്യക്തമാകുന്നതാണ്. ചില വാക്കുകൾക്ക് നമ്മളുടെ മനസ്സിൽ പ്രത്യേക സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് അർത്ഥം. ഈയിൽ തുടങ്ങുന്ന ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം.
ഈ വന്ന മോഹമകലപ്പോവതിന്നു പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളിൽ ഉലകിൽ ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദ രാമയിതേ നാമങ്ങളെന്നെ ഹരിനാരായണായ നമ. നാരായണായ നമ 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 നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.